പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ നടപടി. കോളേജ് പ്രിൻസിപ്പൽ എൻ അബ്ദുൽ സലാമിനെയും സൈക്യാട്രി അധ്യാപകൻ സജിയെയും സസ്പെൻഡ് ചെയ്തു. പ്രാഥമിക അന്വേഷണത്തിൽ വീഴ്ച കണ്ടെത്തിയ സാഹചര്യത്തിലാണ് അന്വേഷണ വിധേയമായി സസ്പെൻഷനെന്ന് SME ഡയറക്ടർ പറഞ്ഞു. അതേസമയം അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറണം എന്നാവശ്യപ്പെട്ട് സമര പ്രക്ഷോഭങ്ങൾ ശക്തമാക്കാനൊരുങ്ങുകയാണ് ABVP. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, വിവരങ്ങൾ. രോഹിണി, ആഭ്യന്തരമായിട്ടുള്ള ഒരു അന്വേഷണം ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരുന്നു. അതിന്റെ ഒരു പ്രാഥമിക നടപടി എന്നോണം ചുട്ടിപ്പാറ SME കോളേജ് മുൻ പ്രിൻസിപ്പളായിരുന്ന അബ്ദുൽ സലാമിനെ നേരത്തെ മറ്റൊരു കോളേജിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. അതിന്റെ തുടർ നടപടി, കൂടുതൽ നടപടി എന്ന നിലയിലാണ് ഇപ്പോൾ 2 പേരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടിയിലേക്ക് ആരോഗ്യവകുപ്പ് കടന്നിരിക്കുന്നത്. പ്രിൻസിപ്പളായിരുന്ന ചുട്ടിപ്പാറ SME കോളേജ് പ്രിൻസിപ്പളായിരുന്ന അബ്ദുൽ പ്രിൻസിപ്പലിനെയും ഒപ്പം തന്നെ വൈസ് പ്രിൻസിപ്പളായിട്ടുള്ള സജി ജോസഫിനെയുമാണ് അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കുടുംബം നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നത് ഇപ്പോൾ ചേർക്കപ്പെട്ടിരിക്കുന്ന 3 വിദ്യാർത്ഥിനികളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം പോരാ, അമ്മു സജീവന്റെ മരണത്തിൽ കോളേജ് അധികൃതർക്കും ഒപ്പം തന്നെ പ്രിൻസിപ്പലിനും ഉത്തരവാദിത്വമുണ്ട്. കോളേജ് പ്രിൻസിപ്പലിന് ഈ കാര്യത്തിൽ നേരത്തെ പരാതി നൽകിയതാണ്. ഈ പരാതിയിൽ നേരത്തെ അന്വേഷണം ഉണ്ടായില്ല. അമ്മു സജീവന്റെ മരണത്തിന് ഒരാഴ്ച മുമ്പാണ് കോളേജ് പ്രിൻസിപ്പലിന് അമ്മുവിന്റെ പിതാവ് പരാതി നൽകിയത്. തുടർ നടപടികളൊന്നും പ്രിൻസിപ്പലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. വിദ്യാർത്ഥികൾ തമ്മിലുള്ള ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോളേജ് പ്രിൻസിപ്പൽ ഇടപെട്ടുകൊണ്ടുള്ള പരിഹാര ശ്രമങ്ങൾ ഉണ്ടായില്ല. കോളേജിലെ അധ്യാപകരിൽ നിന്ന് പോലും അമ്മു സജീവന് മാനസിക സമ്മർദ്ദമുണ്ടാക്കുന്ന, മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. മരണ ദിവസം അധ്യാപകന്റെ നേതൃത്വത്തിൽ അമ്മു സജീവനെ വിചാരണ നടത്തുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടായി. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ശക്തമായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉയർന്നു വരികയും ചെയ്തിരുന്നു. തുടക്കം മുതലേ കുടുംബം ആരോപിച്ചിരുന്നതായിരുന്നു, കുടുംബം പ്രധാനപ്പെട്ട പരാതിയായി ഉന്നയിച്ച് കാണിച്ചതായിരുന്നു കോളേജ് അധികൃതർക്കെതിരെയും ഈ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം. ഇടപെടുകയാണ് ഇപ്പോൾ ABVP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ മോഹൻ ചേരുന്നു. ശ്രീ അരുൺ മോഹൻ, ഇപ്പോൾ പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തിൽ നടപടി ഉണ്ടായിരിക്കുകയാണ്. കോളേജ് പ്രിൻസിപ്പൽ എൻ അബ്ദുൽ സലാമിനെയും സൈക്യാട്രി അധ്യാപകൻ സജിയെയും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ പ്രക്ഷോഭ പരിപാടികൾ തുടരും എന്ന് തന്നെയാണ് ABVP വ്യക്തമാക്കിയിരിക്കുന്നത്. അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറണം എന്നത് തന്നെയാണ് ABVPയുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ ശക്തമായ സമര പരിപാടികളും പ്രതിഷേധങ്ങളുമായി തുടരാൻ തന്നെയാണോ ഈ വിഷയത്തിൽ ABVP തീരുമാനിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും ഇപ്പൊ വന്നിരിക്കുന്ന ഒരു തീരുമാനം സ്വാഗതാർഹമാണ്. ABVP അതിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു എല്ലാ അർത്ഥത്തിലും. പക്ഷെ മറ്റൊരു കാര്യമുള്ളത്, ഈ സജി എന്ന് പറയുന്ന അധ്യാപകൻ വൈസ് പ്രിൻസിപ്പൽ കൂടിയാണ് ആ കോളേജിന്റെ. അദ്ദേഹം മാനസികമായിട്ട് അന്നത്തെ ദിവസം മാസ് കൗൺസിലിംഗിന് ഈ കുട്ടിയെ വിധേയയാക്കി എന്നുള്ള മൊഴിയുമുണ്ട്. ഈ മൊഴി 17-ാം തീയതി തന്നെ വന്നാണ്. അമ്മുവിന്റെ മരണം 15-ാം തീയതിയാണ്. 2 ദിവസത്തിന് ശേഷം അവിടുത്തെ കുട്ടികൾ തന്നെ പോലീസിന് മൊഴി കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ടും ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തി 3 കുട്ടികളെ അറസ്റ്റ് ചെയ്ത സമയത്തും സജിയുടെ പേരിൽ സജിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ക്രൈംബ്രാഞ്ചിന് അന്വേഷണം മാറിയാൽ മാത്രമേ ഇത്തരത്തിൽ ഇപ്പോൾ നടപടി കോളേജിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നുള്ളത് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടിയാകാനാണ് സാധ്യത, അന്വേഷണത്തെ നേരിടുന്നു എന്നതിന്റെ പേരിൽ. പക്ഷെ ഇതുവരെ പ്രതിപട്ടികയിൽ ഈ പറയുന്ന സജി എന്ന് പറയുന്ന അധ്യാപകനെ ചേർക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. ABVP മുമ്പ് ആരോപിച്ചത് ഇതുതന്നെയായിരുന്നു. അതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. പൊളിറ്റിക്കലി സജിയെ പ്രൊട്ടക്ട് ചെയ്യുന്നു ഗവൺമെന്റ് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ABVP ആരോപണം ഉന്നയിച്ചത്. അതുകൊണ്ട് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഇവരെ 2 പേരെയും ഈ പറയുന്ന 2 പേരെ നിലവിൽ സസ്പെൻഡ് ചെയ്തു. സജി എന്ന് പറയുന്ന അധ്യാപകനെ അറസ്റ്റ് ചെയ്യേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. ഇപ്പോഴും ശരി, വളരെ നന്ദി ശ്രീ അരുൺ മോഹൻ പ്രതികരിച്ചതിന്. മിഥുനിലേക്ക് പോവുകയാണ്. മിഥുൻ, എന്തായാലും ക്രൈംബ്രാഞ്ചിന് ഈ അന്വേഷണം കൈമാറണം എന്ന ആവശ്യത്തിൽ ABVP ഉറച്ചു നിൽക്കുക തന്നെയാണ്. ഈ സസ്പെൻഷൻ എന്നുള്ളത് ഒരുപക്ഷെ മുഖം രക്ഷിക്കൽ തന്ത്രമായിരിക്കാം. തുടരന്വേഷണം പ്രായോഗികമായി തന്നെ നടപ്പിലാക്കേണ്ടതല്ലേ ഈ വിഷയത്തിൽ? തീർച്ചയായും രോഹിണി, ഈ ഒരു സംഭവത്തിൽ അമ്മു സജീവന്റെ മരണശേഷം തുടക്കം മുതൽ തന്നെ സമര പ്രക്ഷോഭങ്ങളിൽ രംഗത്തുള്ളത് ABVP ആണ്. ആദ്യം സമര പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങിയ വിദ്യാർത്ഥി പ്രസ്ഥാനം ABVP ആണ്. ഇപ്പോൾ ശക്തമായ രീതിയിൽ തന്നെ തുടർ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ABVP. ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണം, എങ്കിൽ മാത്രമേ സ്വതന്ത്രവും നീതിപൂർവമായിട്ടുള്ള ഒരു അന്വേഷണം സാധ്യമാകൂ എന്നുള്ള കാര്യമാണ് ABVP വ്യക്തമാക്കുകയും ചെയ്യുന്നത്. നേരത്തെ അമ്മുവിന്റെ കുടുംബവും
ആരോപിച്ചിരുന്നത് ഇത് തന്നെയാണ്. രാഷ്ട്രീയമായിട്ടുള്ള ചില സമ്മർദ്ദങ്ങളുടെ പേരിൽ ഈ കോളേജ് അധികൃതരിലേക്ക് അന്വേഷണം എത്തുന്നത് തടയാനുള്ള സാധ്യതകളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള നീക്കങ്ങൾ തടയപ്പെടേണ്ടതാണ്. ഒപ്പം ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന അമ്മുവിൻ്റെ സുഹൃത്തുക്കൾ, അമ്മുവിൻ്റെ സഹപാഠികളായിട്ടുള്ള 3 സഹപാഠികളെ, വിദ്യാർത്ഥികളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടല്ല അന്വേഷണം മുന്നോട്ട് പോകേണ്ടത്. കോളേജ് അധികൃതരെ ഉൾപ്പെടുത്തണം, ഈ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം, പ്രിൻസിപ്പലിനെ ഉൾപ്പെടെയുള്ള ആളുകളെ ചോദ്യം ചെയ്യണം തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു അമ്മുവിൻ്റെ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ഒരു ആവശ്യവുമായിട്ട് കോളേജിലെ അധ്യാപകനെ ഉൾപ്പെടെ പ്രതി ചേർക്കണം എന്നുള്ള ഒരു ആവശ്യവുമായിട്ട് അമ്മുവിൻ്റെ പിതാവ് പോലീസിൽ പുതിയ പരാതികളും നൽകുകയും ചെയ്തിരുന്നു. ഈ മരണ ദിവസം 2 മണിക്കൂറോളം ഈ സൈക്കാട്രി അധ്യാപകന്റെ സാന്നിധ്യത്തിൽ അമ്മു സജീവനെ ഒരു വശത്തും മറ്റ് പ്രതി ചേർക്കപ്പെട്ട വിദ്യാർത്ഥികളെ മറ്റൊരു വശത്തും നിർത്തിക്കൊണ്ട് കുറ്റവിചാരണ നടത്തുന്ന രീതിയിലേക്കുള്ള സംഭവവികാസങ്ങൾ ഉണ്ടായി എന്നുള്ള ആരോപണങ്ങളൊക്കെയായിരുന്നു കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ 3 ആളുകളെ, അമ്മുവിൻ്റെ സുഹൃത്തുക്കളെ മാത്രം പ്രതി ചേർക്കപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണമല്ല, കൂടുതൽ ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം. ഈ അന്വേഷണ പരിധിയിൽ കോളേജ് അധികൃതരും പ്രിൻസിപ്പളും അടങ്ങുന്ന കോളേജ് അധികൃതർ ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഒരു നടപടി എന്ന നിലയിൽ ഇപ്പോൾ 2 പേർക്കെതിരെ, പ്രിൻസിപ്പലിനും വൈസ് പ്രിൻസിപ്പലിനുമെതിരെ സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നു. ഇനി അന്വേഷണ പരിധിയിലേക്കും കൂടുതൽ ആളുകളെ, കോളേജ് അധികൃതരെയും എത്തിക്കണം എന്നുള്ളതാണ് കുടുംബം പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ABVP-യും സമരപ്രക്ഷോഭങ്ങൾ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ്. രോഹൻ. ശരി, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.